പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജു കുട്ട്ല ഫ്രം കുട്ട്ലാസ് വ്ലോഗ്. കുട്ട്ലാസ് വ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് റാസൽ ഖൈമയിലെ ഹെറിറ്റേജ് വില്ലേജിലാണ്. ഹെറിറ്റേജ് വില്ലേജിൽ ഇവിടെ റാസൽ ഖൈമ അൽഖാസ്മി ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഫൈൻ ആർട്സ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. 2013 മുതലാണ് ഇവിടെ ഈ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അന്നാണ് അൽഖാസ്മി ഷേഖ് സക്കർ ബിൻ അൽഖാസിമിയുടെ നേതൃത്വത്തിൽ ഒരു ഫൗണ്ടേഷൻ ആരംഭിക്കുകയും റാസൽ ഖൈമയിലെയും UAE-യിലെയും അതുപോലെ തന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസുകളൊക്കെ വളരെയധികം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആരംഭിക്കുകയും ആ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ഫൈൻ ആർട്സ് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും നടന്നു വരുന്ന ഒരു ഫെസ്റ്റിവലാണത്. അത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. ഒരു 3-4 വർഷം വരാണ്ട് 2019 മുതലാണ് ഈ ഹെറിറ്റേജ് വില്ലേജിലേക്ക് ഇത് സ്റ്റാർട്ടായിട്ടുള്ളത്. ഇവിടുത്തെ ഈ വില്ലേജ് വീണ്ടും ഇവർ പുതുക്കി പണിയുകയും ആർക്കിയോളജി അത്ര വരെ ഇത് പ്രേതനഗരം എന്നറിയപ്പെട്ട് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കിടക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. ഈ നഗരത്തിൻ്റെ ഹിസ്റ്ററി ഉണ്ട്. ഒരു ദിവസം കൊണ്ട് ഒരു നഗരം, ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു നഗരം മുഴുവൻ ഒഴിഞ്ഞു പോയ ഒരു സ്ഥലമാണിത്. അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ വേറൊരു വീഡിയോയിൽ ഇത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അത് പോയി കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ട്. അപ്പോൾ അങ്ങനെ 2019 മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം വളരെ മനോഹരമായി ഇവർ ഡെക്കറേറ്റ് ചെയ്ത് ലോകത്തിൽ അതുപോലെ തന്നെ UAE-യിലുമായിട്ടുള്ള ആളുകളുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ അവർ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫൈൻ ആർട്സ് ഫെസ്റ്റിവൽ പോലെ വളരെ രസകരമായി തന്നെ ഇത് അവതരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് മറ്റ് പല രാജ്യങ്ങളിലുള്ളവരുടെയും ആർട്ട് ഫോം ആയാലും അതുപോലെ തന്നെ ഡോക്യുമെൻ്ററി ആയാലും ഫിലിമായാലും അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അവർ വളരെ വിശദമായി തന്നെ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മറ്റുള്ള വർഷങ്ങളെ പോലെ അത്ര വിപുലമായിട്ടില്ലെങ്കിലും ഈ വർഷം കുറച്ച് കുറവാണ് ഇപ്രാവശ്യത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ കൊറോണ കാരണം വളരെ കുറവാണ് എൻട്രികളും കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്നാലും നമുക്ക് ആ കാഴ്ചകളിലേക്ക് കാണാം. അപ്പോൾ പോലെ ലെറ്റ്സ് ഗോ. ഫെബ്രുവരി 6-ാം തീയതിയാണ് ഈ ഫൈൻ ആർട്സ് ഫെസ്റ്റിവൽ ആരംഭിച്ചത്. അത് ഏപ്രിൽ 3-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലാണിത്. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയും, വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം അതായത് രാത്രി 10 മണി വരെയും ആണ് ഇവിടുത്തെ പ്രവൃത്തി സമയം. റാസൽ ഖൈമയുടെ ചരിത്രത്തിൽ നിന്നും അടയാളപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവ വികാസമായി തന്നെ നമുക്ക് ഇതിനെ അംഗീകരിക്കേണ്ടി വരും. കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഒരുപാട് ഫോട്ടോഗ്രാഫ്സുകളും ആർട്ട് വർക്കുകളും അതുപോലെ തന്നെ ഡോക്യുമെൻ്ററികളും ഫിലിമുകളും ഒക്കെയായി കലയുടെ വൈവിധ്യമാർന്ന എല്ലാ മേഖലകളെയും കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇവിടെ ഒരു ഫൈൻ ആർട്സ് ഫെസ്റ്റിവൽ എല്ലാ വർഷവും നടത്തി വരുന്നത്. അതിനിവിടുത്തെ ഭരണകൂടത്തെയും അതുപോലെ തന്നെ അൽഖാസ്മി ഫൗണ്ടേഷൻ്റെ
എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ലോകത്തിലുള്ള പല ഭാഗങ്ങളിലുള്ള ആ കലാകാരന്മാരുടെ ചിത്രങ്ങളും മറ്റും നമുക്ക് വളരെ അടുത്ത് കാണാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് റാസൽ ഖൈമക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രാധാന്യം. റോബർട്ട് ക്ലാർക്ക് എന്ന് പറയുന്ന ഒരു US ആർട്ടിസ്റ്റിൻ്റെ കലാ വിരുന്നാണ് നമുക്ക് ഈ ഒരു പവലിയനിൽ കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫ്സുകളാണ് ബേഡ്സിനെയും അതിൻ്റെ തൂവലുകളും ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ആർട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫോട്ടോഗ്രാഫിയും ഒരു വലിയ ആർട്ടാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന, അക്ഷരാർത്ഥത്തിൽ ബോധ്യപ്പെടുത്തി തരുന്ന ഫോട്ടോസുകളാണ് നമ്മളവിടെ കാണുന്നത്. എല്ലാം ശരിക്കും ഞെട്ടിച്ചു എന്ന് പറയാം. അത്രയും ഗംഭീരമായിട്ടുള്ള ഫോട്ടോസുകൾ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. നമ്മളൊരു പക്ഷിയെ കാണുമ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഭാഗങ്ങൾ എടുത്തു പോകുന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ പല പല ഭാഗങ്ങൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൂക്ഷ്മതയും അതിൻ്റെ അതുണ്ടാക്കുന്ന ഫീലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എത്രമാത്രം ഒരു കലാകാരൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് എത്രമാത്രം ഡിഫറെൻ്റ് ആണെന്നുള്ളത്, ഒരു സാധാരണക്കാരൻ്റെ മൈൻഡ് എത്രമാത്രം ഡിഫറെൻ്റ് ആണെന്നുള്ളതും, ഒരു സാധാരണക്കാരൻ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണെന്നും ഒരു കലാകാരൻ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള പല ആംഗിളുകളെ കുറിച്ച് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ എല്ലാ പവലിയൻ്റെ അകത്തും ഒരു തിയേറ്റർ ഉണ്ട്, ചെറിയ ഒരു ടിവിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരുടെ ഒരു ഹോളുണ്ട്. അവിടെയാണ് ഡോക്യുമെൻ്ററീസുകളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇരുന്ന് ഡോക്യുമെൻ്ററീസ് കംപ്ലീറ്റ് കാണാൻ പറ്റും. പണ്ട് തിയേറ്ററുകൾ തന്നെയായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു മനോഹരമായിട്ടുള്ള ഇൻസ്റ്റലേഷനാണിത്. അതിഗംഭീരമായിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ദൂരം നിന്ന് കാണുമ്പോൾ കുറേ എന്താ പറയുക ഫോയിൽ പേപ്പറുകൾ ഇങ്ങനെ കുത്തി നിറച്ച പോലെ ഇരിക്കാം. പക്ഷേ അതെല്ലാം കൊക്കുകളാണ്, സഡാക്കോ കൊക്കുകൾ. പീസ് എന്ന ഒരു തീമിനെ ബേസ് ചെയ്തിട്ട് സമാധാനത്തിന് വേണ്ടി, നമുക്കറിയാം ജപ്പാനിലെ ഹിരോഷിമയിലും നഗസാക്കിയിലും ഒക്കെ ആറ്റം ബോംബ് ഇട്ടതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ലുക്കേമിയ എന്ന രോഗം ബാധിച്ച സഡാക്കോ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടാക്കി. അത് അവരുടെ മരണത്തിന് മുമ്പേ 1000 കൊക്കുകൾ ഉണ്ടാക്കിയാൽ അവർ ജീവിക്കുമെന്നുള്ളൊരു അന്ധവിശ്വാസത്തിൻ്റെ പേരിലുണ്ടാക്കിയുള്ള കൊക്കുകളെ വെച്ചുകൊണ്ടുള്ള ഒരു ഇൻസ്റ്റലേഷൻ. അവിടുത്തെ പല ലൈറ്റുകളും അലങ്കരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ഇത് സോനു സുൽത്താന എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ചിത്രകാരിയുടെ അടിപൊളി ഇങ്ക് ആർട്ടാണത്. ആൽക്കഹോളിക് ഇങ്ക് വെച്ചിട്ടാണ് ഈ ഒരു ആർട്ട് ചെയ്യുന്നത്. അത് അവരുടെ ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിൽ എനിക്ക് പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടി. ഇതിന് മുമ്പത്തെ ഫൈൻ ആർട്സ് ഫെസ്റ്റിവലിൽ അവരുടെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു, അതിലെനിക്ക് പങ്കെടുക്കാൻ പറ്റി. അപ്പോൾ അതിൽ ഞാനൊരു ചിത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. സോനു സുൽത്താനിയ, ഇന്ത്യക്കാരിയാണ് അവർ. അപ്പോൾ അവരുടെ മനോഹരമായ 2 ആർട്ടുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അവർ ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം അവരുടെ ആർട്ട് വർക്കുകൾ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല പല അറകളിലായാണ്, മുറികളിലായാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇത് ശരിക്കും ഓരോരോ ഗോത്രങ്ങളാണ്. ഗോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വില്ലേജ് പോലെ തന്നെ അതിനകത്ത് ഒരുപാട് ആളുകൾ വട്ടം കൂടിയിരുന്ന ഒരു ഫാമിലീൻ്റെ ഒരു ചുറ്റുവട്ടം, ആ ഒരു കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിനകത്ത് ഒരുപാട് മുറികളുണ്ടാവും. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ വേറെ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ കയറി കഴിഞ്ഞാൽ ആ ലിങ്ക് ഉണ്ട്, അത് കാണുക നിങ്ങൾ. അതിൻ്റെ കംപ്ലീറ്റ് ചരിത്രം, ഈ വില്ലേജിൻ്റെ കംപ്ലീറ്റ് ചരിത്രം വന്നിട്ടുണ്ട്. ഇവിടെയും ഡോക്യുമെൻ്ററികൾ, എല്ലാ കോർണറിലും ഡോക്യുമെൻ്ററി റൂമുകളുണ്ട്. അതിലെല്ലാം ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ക്രിയേറ്റീവായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സുകളും പെയിൻറ്റിങ്സുകളും ഒക്കെ കൊണ്ട് തന്നെയാണ് ആ ഒരു അന്തരീക്ഷം, അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നമുക്ക് അതിനോട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അവരത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ ലൈറ്റിംഗ് ആയാലും അതിൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതായാലും എല്ലാം തന്നെ വളരെ വർണ്ണാഭമായിട്ട് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതും. ഈ കൊറോണ ആയിട്ട് കൂടി അത് മാറ്റി വയ്ക്കാതെ വളരെ ഇൻട്രസ്റ്റ് എടുത്തത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഗവൺമെൻറ് എത്രമാത്രം കലയ്ക്കും സംസ്കാരത്തിനും പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിൻ്റെ ഉത്തമമായിട്ടുള്ള തെളിവ്.
ഒരുപക്ഷെ വേണമെങ്കിൽ ഈ ഒരു കൊറോണയുടെ പശ്ചാത്തലത്തിൽ അധികം ടൂറിസ്റ്റുകളും മറ്റൊന്നും വരാത്ത രീതിയിൽ സമയത്ത് തന്നെ ഈ ഒരു പ്രോഗ്രാം അവർക്ക് വേണ്ട എന്ന് വെക്കാമായിരുന്നു. അതിനപ്പുറത്തേക്ക് അത് ഒരു വരുമാന മാർഗമോ അല്ലെങ്കിൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അൽ ഖ്വാസ്മി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അത് പ്രധാനമായും പ്രാദേശികമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനൊക്കെയാണ് മറ്റു പല രാജ്യങ്ങളും ഇത്തരം പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. പക്ഷേ ഇത് അവരുടെ നാട്ടിലുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള തനതായിട്ടുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ കലാഭിരുചി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് അവരത് ഇത്തരം ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുന്നത് എന്നറിയുമ്പോഴാണ് നമുക്ക് അവരോടുള്ള ബഹുമാനം ഒരുപാട് കൂടുന്നത്. ഗ്ലാസ്സിലാണ് ഈ ഒരു തൂവലിനെ കൊണ്ടൊരു ആർട്ട് ചെയ്തിട്ടുള്ളത്. അതൊരു ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം തോന്നി. ഇപ്പോഴത്തെ ആധുനികമായിട്ടുള്ള സാങ്കേതികതകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ ആർട്ടാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന അലാവുദ്ദീൻ്റെ ഒരു സ്റ്റൈലുള്ള സാധനം. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ ടോട്ടലി ഒരു ഇൻസ്റ്റലേഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫൈൻ ആർട്സ് ഫെസ്റ്റിവൽ തന്നെ ഒരു ഇൻസ്റ്റലേഷൻ്റെ ഒരു മോഡിലാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാത്തിനും ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള ലൈറ്റും അതുപോലെ തന്നെ പല ഡിസൈൻസിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സും ഒക്കെയാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത്. നമ്മുടെ ഇഷ്ടമേഖലയായിട്ടുള്ള വാട്ടർ കളേഴ്സ് കുറച്ച് കാണാൻ പറ്റി. അങ്ങനെ പലതരത്തിലുള്ള വർക്കുകളുണ്ട്. ഒരു ജനലിനുള്ളിലൂടെ കാണുന്ന കുറച്ച് കാഴ്ചകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണെന്ന് എൻ്റെ വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷേ പലതരത്തിലും അതിനിടയിൽ പീസ്, സമാധാനം എന്ന് പറയുന്ന ഒരു പഴുത് എന്നെ വളരെയധികം ആകർഷിച്ചു. ഒരുപാട് അബ്സ്ട്രാക്റ്റ് ചിത്രങ്ങളുണ്ടായിരുന്നു, അത്തരം കാഴ്ചകൾ. അതുപോലെ തന്നെ ക്യാരംസിൻ്റെ ഒരു സ്റ്റൈലിലൊരു മണ്ഡല ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, മണ്ഡല ടൈപ്പുള്ള ഒരു ആർട്ട്. അപ്പോൾ അതെല്ലാം തന്നെ വളരെ അട്രാക്റ്റീവ് തന്നെയായിരുന്നു. നമുക്ക് വളരെ പുതിയതുമായിരുന്നു ഈ ചിത്രങ്ങളെല്ലാം തന്നെ. പക്ഷികളെ നമുക്ക് തോന്നുമെങ്കിലും അതിനകത്തൊക്കെ ആർട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പ്രത്യേകമായിട്ടുള്ളൊരു സ്റ്റൈൽ ഓഫ് ഡിസൈൻസൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള വർക്കുകളാണ്. ഇതെല്ലാം ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തും. ഇതൊക്കെ മനുഷ്യന്മാർ ചെയ്തെടുക്കുന്നതാണോ എന്ന് തന്നെ ചിലപ്പോൾ തോന്നാം. അത്തരം കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് കല. ഓരോ മേഖലയിലേക്ക് മാറും തോറും നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. വളരെ മനോഹരമായിട്ടുള്ള ട്രഡീഷണലായിട്ടുള്ള വസ്ത്രം ധരിച്ച അറബ് വംശജരുടെ പഴയ കാലത്തെ ആ ഒരു കൾച്ചറിനെ സൂചിപ്പിക്കുന്ന ഫോട്ടോഗ്രാഫ്സുകളായിരുന്നു. ഇവിടുത്തെ പുതിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഈ ഒരു മണൽ മൂടിയ ഒരു വില്ലേജിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. മണൽക്കാറ്റുകളിൽ മൂടിക്കിടന്നൊരു വില്ലേജ്. ഇത് UAE പാലങ്ങളും മറ്റുമൊക്കെയാണ്. എൻ്റെ ഒരു ഫോട്ടോഗ്രാഫ്സാണ്. ഒരു മനോഹരമായിട്ടൊരു ഇൻസ്റ്റലേഷനാണ്. വല്ലാത്തൊരു ഫീൽ തരുന്നൊരു ഇൻസ്റ്റലേഷനാണ്. ഒരു ജീവൻ ഒരു കയ്യിൽ നിന്നും ഉയർന്ന ഒരു മനോഹരമായിട്ടുള്ള ഇൻസ്റ്റലേഷൻ. ഒരു കയ്യിൽ പച്ചപ്പിൻ്റെ ഒരു ചെറിയ കണിക മാത്രം ചെളിയിൽ നിന്നും ഉയർന്നത് ഭയങ്കര ഫീൽ ചെയ്തു. അത് എന്താണെന്നറിയില്ല, അത്രയും മനോഹരമായിട്ടുള്ളൊരു ഇൻസ്റ്റലേഷൻ. കുട്ടികളുടെ കുറേ ഫോട്ടോഗ്രാഫ്സുകൾ ഉണ്ടായിരുന്നു. വളരെ രസമുണ്ടായിരുന്നു. അവരുടെ നിഷ്കളങ്കമായ ചിരിയും അതൊക്കെ കാണാൻ. എന്തു പറഞ്ഞാലും കുട്ടിത്തം ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. ഒരു മനുഷ്യനും കുട്ടിയായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ രാജ്യത്തോടും ലോകത്തോടും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു മനുഷ്യൻ്റെ കടമയും ബാധ്യതയും എന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഒരു മനുഷ്യനും ഒരു കുട്ടിയായി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ഈ ലോകത്ത് അവസാനിക്കും. കാരണം അത്രയും നിഷ്കളങ്കരായിരിക്കും അവർ. അവരുടെ ചെറിയ ചെറിയ കുസൃതികൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നന്മ മാത്രമായിരിക്കും അവരുടെ ഉള്ളിൽ. ഇതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു ഏറ്റവും വലിയൊരു ആർട്ട് എന്ന് പറയാം. കാരണം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഒരു വലിയ കണ്ണാടി. ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ട് മനുഷ്യ നീയാണ് എന്ന് വിളിച്ചു പറയുന്ന ഒരു വലിയ കണ്ണാടി.
നമ്മൾ നമ്മളെ തന്നെ ഒരു ചിത്രമായി കാണുന്ന കണ്ണാടി. അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോഗ്രാഫ്സും വല്ലാതെ കൊണ്ട് ചെയ്ത ഒരു ഫോട്ടോഗ്രാഫ്സാണ്. അയാളുടെ മുഖവും ഭാവവും അയാളുടെ കയ്യിലുള്ള പൂവും, ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു വൈരുദ്ധ്യത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ വല്ലാതെ ആകർഷിച്ചു. കാരണം അയാളുടെ കണ്ണിലെ ആ തീക്ഷ്ണമായ പകയും ദേഷ്യവും വിദ്വേഷവും വെറുപ്പും എന്തിനോടെന്നറിയില്ല, ഒരു പക്ഷേ അയാളുടെ യൗവനത്തോടായിരിക്കാം, അയാളുടെ പ്രണയത്തോടായിരിക്കാം. പക്ഷെ അയാളുടെ കയ്യിലുള്ളത് പ്രണയികൾക്കും സ്നേഹത്തിനും ഒക്കെ നൽകുന്ന പനിനീർ പൂക്കളാണ്. ഹാപ്പിനെസ് ഇൻ യുവർ ഹാൻഡ്. ശരിയാണ്, അതെ, സന്തോഷം നിങ്ങളുടെ കൈകളിലാണ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ക്യാപ്ഷനും കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലാണ് സന്തോഷം, നിങ്ങൾ വിചാരിച്ചാലേ സന്തോഷം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ആഫ്രിക്കയിലെ ഒരുപാട് കുട്ടികളുടെ സ്കൂൾ മുറിയാണെന്ന് തോന്നുന്നു. വളരെ എന്തൊരു ദയനീയതയാണ് അവരുടെ മുഖങ്ങളിൽ എന്നുള്ളതാണ്. പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫ്. അങ്ങനെ നിരവധി ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ എന്തായാലും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും നഷ്ടമാവില്ല. വളരെ മനോഹരമായ തന്നെ ഒരു പ്രത്യേക മൂഡിൽ നിങ്ങൾക്ക് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആ ഒരു ആംബിയൻസിൽ തന്നെ അവരത് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. അധികം എൻട്രികളൊന്നുമില്ല, അധികം ചിത്രങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും അത് കാണുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ഫീല്, ഒരനുഭവം എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അല്ല, അതിൻ്റെയൊക്കെ ഓരോ ചിത്രവും തരുന്ന ഭാവങ്ങളും നമ്മളിലേക്ക് ഉണ്ടാക്കുന്ന ഫീലിങ്ങുകളും അതൊരു എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല. കാരണം അത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. ഒരു പക്ഷേ ഒരു വീഡിയോയിലോ ഒന്നും കാണിക്കേണ്ടതല്ല. ആ ഒരു ആംബിയൻസിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രാധാന്യവും അതിൻ്റെ ഒരു ഫീലും നമുക്ക് മനസ്സിലാകുന്നത്. പ്രതിമകളുടെ ഇടയിലൊരു മനുഷ്യക്കുട്ടിയാണ് ആ ഫോട്ടോഗ്രാഫ്സ്. ഇവിടെ നിങ്ങൾക്ക് ഒട്ടകങ്ങളുണ്ട്. ഒട്ടകത്തിൻ്റെ മുകളിൽ നമുക്ക് ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കയറാൻ പറ്റും. അങ്ങനെയുള്ള കുറേ എൻ്റർടൈൻമെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ കുറച്ച് ഏരിയകളിൽ പഴയ ട്രഡീഷണൽ രീതിയിൽ പഴയ കാലത്തെ ആ ഒരു വില്ലേജിൻ്റെ ഒരു എന്താ പറയുക, ഒരു മാർക്കറ്റ് വളരെ കൃത്യമായി തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അതേ സ്റ്റൈലിൽ തന്നെയാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ക്ലേ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു. $10-20 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പാത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷെ അത് വലിയ കാലത്തേക്കുള്ള ഒരു ആയുസൊന്നും ഇതിനില്ല. കാരണം ചൂളയിലൊക്കെ വെച്ച് ചുട്ടെടുത്താൽ മാത്രമേ അത് ഏറെക്കാലം നീണ്ടു നിൽക്കുകയുള്ളൂ. കളിമണ്ണ് കാലം എന്നൊക്കെ പറയുള്ളൂ. അത് പക്ഷേ ഇത് അവരുണ്ടാക്കിയോടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കയ്യിൽ തരും. അത് സൂക്ഷിക്കാൻ പറ്റുന്നത്ര നിങ്ങൾ സൂക്ഷിക്കാത്തതാണ്. എൻട്രൻസിൽ തന്നെ ഇങ്ങനൊരു വേദിയുണ്ട്. ഇവിടെ നിരവധി കലാകാരന്മാർ എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാറുണ്ട്. ഒരു കലാകാരൻ്റെ മനോഹരമായിട്ടുള്ളൊരു ഗാനം, വളരെ ഈ ഒരു സിറ്റുവേഷൻ അനുയോജ്യമായ ഒരു മൂഡിലുള്ളൊരു സോങ്ങും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പ്ലേ Let me see what spring is like on Jupiter and Mars. In other words, hold my hand. Oh, in other words, in other words, I love you. Do ba-da-ba-ba-ba-ba-da-bum, ba-da-da-bum, ba-da-da-bum, ba-da-da-ba-ba-ba-da-da-bum. In other words, please be
true. Oh, in other words, oh, in other words, oh, in other words, I love you. Let me see what spring is like on Jupiter and Mars. Thank you. روميو صديقي علم الأمان الوفاء علمنا ألا نخشى അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. റാസൽ ഖൈമ ഫൈൻ ആർട്സ് ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങളായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഇത്രയും മനോഹരമായി ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും അതിൻ്റെ കാഴ്ചകളൊക്കെ എത്ര മനോഹരമായി കാണിക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.